ഏറ്റവും ശക്തമായ മഴയും മഴക്കെടുതികളും അത്തരം ചില സംഭവങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ജില്ലകളിലേക്ക് വേഗത്തിലൊന്ന് പോകാം. ഇടുക്കിയിലേക്ക് നോക്കിയാൽ ഇന്ന് ഇടുക്കി ജില്ലയിലാകെ അവധിയില്ല. ഇടുക്കിയിലെ ചില പ്രദേശങ്ങളിൽ ചിന്നക്കനാൽ അതുപോലെ ദേവികുളം പ്രദേശങ്ങളിലൊക്കെയാണ് അവധി. അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെയായിട്ട് ജോസിൽ ചേരുന്നുണ്ട്. അതുപോലെ നെടുങ്കണ്ടത്ത് ഇടത്തറ മുക്കിൽ വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു എന്നതുപോലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ജോസിൽ, ഗുഡ് മോർണിംഗ്. ഇതെപ്പോഴായിരുന്നു ഈ സംഭവം? അതുപോലെ അവധിയുടെ വിശദാംശങ്ങളും. മഴ രാത്രി പെയ്തോ ഇടുക്കിയിൽ എവിടെയെങ്കിലുമൊക്കെ കാര്യമായി? ശരത്ത്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ഇന്നലെ മുതൽ ഇടുക്കിയിൽ താരതമ്യേന മഴ കുറവായിരുന്നു. ഇപ്പോൾ അപകടങ്ങൾ അങ്ങനെ കൂടുതലായി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നലെ രാത്രിയിൽ ഒരു വീട്ടിലേക്ക് ഒരു പ്ലാവ് കടപുഴകി വീണ് ആ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇടുക്കി നെടുങ്കണ്ടം ഇടത്തറ മുക്കിൽ ഇസ്മയിലിൻ്റെ വീടിന് മുകളിലേക്കാണ് ഈ മരം വീണിരിക്കുന്നത്. ഇസ്മയിലിൻ്റെ ഭാര്യ അൻസലിന് പരിക്കേറ്റിട്ടുണ്ട്. ആ വീട്ടിൽ ഈ ഇസ്മയിലും ഭാര്യയും 2 മക്കളുമാണ് ഉണ്ടായിരുന്നത്. ഈ കുടുംബത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ദേവികുളം താലൂക്കിലും അതുപോലെ തന്നെ ചിന്നക്കനാൽ പഞ്ചായത്തിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഈ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിരുന്നു. കാരണം ഈ ശക്തമായ മഴയെ തുടർന്ന് ഈ റോഡിലേക്ക് അടർന്നു വീഴാൻ പാകത്തിൽ വലിയ പാറക്കെട്ടുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ റോഡിലൂടെയുള്ള യാത്ര അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് അതിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചത്. ഈ മഴക്കാലം കഴിയാതെ ആ അടർന്നു നിൽക്കുന്ന പാറകൾ പൊട്ടിച്ച് മാറ്റാൻ പറ്റില്ല എന്ന് ആണ് ഇന്നലെ സബ് കളക്ടർ വ്യക്തമാക്കിയത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ അതിലെ ഒരു സ്കൂൾ ബസ് കടന്നു പോയത് പോലീസ് തടഞ്ഞിരുന്നു കളക്ടറുടെ നിർദ്ദേശപ്രകാരം. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പം ആ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ 3/4 മണിക്കൂർ സ്കൂളിലെത്താമെങ്കിൽ ചുറ്റിത്തിരിഞ്ഞ് 1.5 മണിക്കൂറിലധികം സഞ്ചരിച്ച് വേണം കുട്ടികൾക്ക് സ്കൂളിലെത്താൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മണ്ണിടിച്ചിൽ ഭീഷണി കൂടുതലായി, മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഭീഷണി കൂടുതലായിട്ടുള്ള ദേവികുളം താലൂക്കിലും ചിന്നക്കനാൽ പഞ്ചായത്തിലും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. താരതമ്യേന ഇടുക്കി ജില്ലയിൽ ഇന്നലെ മുതൽ മഴ കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് കുറവായിരുന്നു എന്നുമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഡാമുകളിലാണെങ്കിൽ ശരി, ചെറിയ ഡാമുകളായ കല്ലാർകുട്ടിയും അതുപോലെ തന്നെ കല്ലാറും പാബ്ലയും മലങ്കര ഡാമുമാണ് തുറന്നിരിക്കുന്നത്. അതിൽ കല്ലാർകുട്ടി ഡാമിൻ്റെ 4 ഷട്ടറുകളും തുറന്നിരുന്നു. ഇന്നലെ അത് 1 ഷട്ടർ അടച്ചു. ഇപ്പോൾ നിലവിൽ 3 ഷട്ടറാണ് തുറന്നിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ 2 എണ്ണമാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് മൂന്നാർ മൗണ്ട് കാർമൽ പള്ളിയുടെ പാരിഷ് ഹാളിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാറത്തോട് കമ്മ്യൂണിറ്റി ഹാളിൽ അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായി ഒരു വീട് തകർന്നതിനെ തുടർന്ന് ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കൃത്യമായ ജാഗ്രതയോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോകുന്നത്. ഈ മഴയെ തുടർന്ന് വൻ നഷ്ടമാണ്. രാവിലെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുകൂടി ഇന്നത്തെ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദേവികുളം പ്രദേശത്ത് ഏതൊക്കെ താലൂക്കുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ ഒക്കെയാണ് അവധി? അതുകൂടി ദേവികുളം താലൂക്കിലും ഉടുമ്പൻചോല താലൂക്കിലെ ചിന്നക്കനാൽ പഞ്ചായത്തിലുമാണ് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഈ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്നാണ്. ഈ കുട്ടികൾക്ക് സഞ്ചരിക്കാനുള്ള, വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഗ്യാപ്പ് റോഡിലടക്കം യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു താലൂക്കിൽ പൂർണ്ണമായും, ദേവികുളം താലൂക്കിൽ പൂർണ്ണമായും, ഉടുമ്പൻചോല താലൂക്കിൻ്റെ ചിന്നക്കനാൽ പ്രദേശത്തുമാണ് അവധി വന്നിട്ടുള്ളത്. ഒറ്റ കാര്യം കൂടി വളരെ വേഗം ജോസിൽ, മറ്റ് ജില്ലകളിലേക്ക് കൂടി പോകാം. നമ്മളിപ്പോൾ കല്ലാർകുട്ടി ഡാമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. ഷട്ടർ കൂടുതൽ തുറക്കുമോ? എന്താണ് അതുകൂടി ഒന്നുകൂടി? കല്ലാർകുട്ടി ഡാമിൻ്റെ 1 ഷട്ടർ നിലവിൽ അടച്ചിരിക്കുകയാണ്. നേരത്തെയും 4 ഷട്ടറുകൾ തുറന്നിരുന്നു. അത് ഇപ്പോൾ മഴ കുറഞ്ഞതിൻ്റെ ഒരു സാഹചര്യത്തിൽ 1 ഷട്ടർ അടച്ചിരിക്കുന്നു. 3 ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. മലങ്കര ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും 6 ഷട്ടറുകളും തുറന്നു തന്നെ ഇരിക്കുകയാണ്. മറ്റ് പാബ്ല അണക്കെട്ടും കല്ലാർ ഡാമും തുറന്നിട്ടുണ്ട്. ശരി, ഇടുക്കിയിൽ നിന്ന് വളരെ സമഗ്രമായി രാവിലെ ആ ജില്ല സംബന്ധിച്ച്, ജില്ലയുടെ ഓരോ പ്രദേശവും സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ജോസിൽ ഇടുക്കിയിൽ നിന്ന് സൂചിപ്പിച്ചതും.